പ്രപന്ന പാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ കുടുംബ സദസ്സുകളിൽ വളരെ ആനന്ദപ്രദമായി സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയെക്കുറിച്ച് നാം അനുസ്യൂതം സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അപഗ്രഥന ശില്പശാലയാണ് നാം നിരന്തരം സംവാദത്തിലൂടെ നടത്തുന്നത്. മമ്മൂക്കോയ പറഞ്ഞതുപോലെ ഒരു പയമ്പുരാണം അല്ല, കഥകളല്ല, പാകിസ്ഥാനിലെ കാര്യങ്ങളല്ല, ചൈനീസ് കാര്യങ്ങളല്ല, മറിച്ച് അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴുള്ള ജീവിത നിലവാരത്തിൽ നിന്നും എങ്ങനെ നമ്മുടെ ജീവിതം ഉയർത്താം. ഇതാണ് വേദങ്ങളുടെയും ഭഗവത്ഗീതയുടെയും ഭാഗവതത്തിൻ്റെയും കാഴ്ചപ്പാട്. അത് ഈ ശാസ്ത്രങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വളരെ സ്പഷ്ടമായി, വ്യക്തമായി, കൃത്യമായി, ശുദ്ധമായി അവനവൻ്റെ ജീവിതത്തെ ദർശിക്കാൻ സാധിക്കും. ഒന്നിലും സംതൃപ്തമല്ലാത്ത ആധുനിക മനുഷ്യൻ സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ളവരുടെ കഴിവുകളെയും മറ്റുള്ളവരുടെ പെർഫോമൻസുകളെയും കാണുകയും അതുമായി നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യുകയും അങ്ങനെ ആ കമ്പാരിസണിൽ നിന്നും വ്യക്തമായി എൻ്റെ ജീവിതം വളരെ മോശമാണ്, എൻ്റെ ജീവിത സാഹചര്യം വളരെ വൃത്തികേടാണ് എന്ന് ജഡ്ജ്മെൻറ്റ് ചെയ്യുകയും ഡിപ്രഷനിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്യുന്നതാണ് ആധുനിക മനുഷ്യൻ. അപ്പോൾ തിരിച്ചറിയൂ, ശരീരമല്ല, വ്യക്തിയല്ല, വ്യക്തിത്വമാണ് ഇവിടെ പ്രധാനം. നമ്മളൊക്കെ മത്സര പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യുന്നവരാണ്. IAS-ൻ്റെ എൻട്രൻസ് കോച്ചിങ്, MBBS-ൻ്റെ എൻട്രൻസ് കോച്ചിങ്, എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് കോച്ചിങ്, IPS-ൻ്റെ എൻട്രൻസ് കോച്ചിങ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനും ഒരു എൻട്രൻസ് കോച്ചിങ് വേണം. നമ്മുടെ ജീവിതത്തിന് ഒരു എൻട്രൻസ് കോച്ചിങ് വേണം. അപ്പോൾ നമ്മളെ പൊട്ട കമ്പ്യൂട്ടർ പ്രൊഫഷനുകളെ വാർത്തെടുക്കുന്നതല്ല ജീവിതം, മറിച്ച് നമ്മുടെ ജീവിതം പ്രൊഫഷനുകളുടെ കാഴ്ചപ്പാടിലൂടെയല്ല, മറിച്ച് അവനവൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം, അതാണ് ഭഗവത്ഗീതയ്ക്ക് പറയാനുള്ളത്. ഇപ്പോൾ നാം നമ്മുടെ ജീവിതം വൈകാരികമായി ജീവിതത്തെ കാണുന്നു. മനസ്സിൻ്റെ കാഴ്ചപ്പാടിലൂടെ നാം ജീവിതം കാണുന്നു. അവിടെ നിന്ന് അടിമുടി ഒരു പരിവർത്തനം വരുത്തണം. നമുക്ക് വരുത്തിയേ പറ്റൂ. നമ്മുടെ ജീവിതത്തെ ബുദ്ധിയുടെ തലത്തിൽ ജീവിത വീക്ഷണം. അപ്പോൾ ഒരു കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻ്റ് പവർ നാം വളർത്തിയെടുത്തേ പറ്റൂ. അതുപോലെ തന്നെ ഒരു സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് വികസിപ്പിച്ചെടുത്തേ പറ്റൂ. അതിന് നാം നമ്മുടെ ജീവിതത്തെ
ബുദ്ധിയുടെ തലത്തിൽ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഉത്തമ ധർമ്മശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇപ്പോൾ നാം മനസ്സിൻ്റെ തലത്തിൽ ജീവിതത്തെ ദർശിക്കുന്നു. ചിന്തകൾ എന്താണ്? ഒരുപാട് പണം വേണം, ഈ പണത്തിൻ്റെ പുറകെ പോകണം, എഡ്യൂക്കേഷൻ ഒക്കെ, വിദേശ വിദ്യാഭ്യാസം വേണം, അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ പ്രൊഫഷണലുകളാവണം, അങ്ങനെ ധാരാളം പണമുണ്ടാക്കണം, വീട് വെക്കണം, കല്യാണം കഴിക്കണം, കാറ് വേണം, അടിപൊളി ജീവിതമായി കൊണ്ടു നടക്കണം. പക്ഷേ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല. ഭാര്യയുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകണം എന്ന് മാത്രം ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ ഭർത്താവുമായി ഒരു ഓപ്പറേഷനിലും ഒരു ഓർഡിനേഷനിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തുകൊണ്ട് ജീവിതം കൊണ്ടു നടക്കണം എന്ന് സാധിക്കുന്നില്ല. ഇങ്ങനെ മാനസികമായി തകർന്ന് തരിപ്പണമായ ആധുനിക മനുഷ്യനെയാണ് നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൈക്കാട്രിസ്റ്റുമാരുള്ളത് ഈ നമ്മുടെ തൃശ്ശൂരാണ്. കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ ചോദിക്കുന്നു, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലഭദ്രടം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സദുഷ്കൃതം. മനസ്സ് ചഞ്ചലമാകുന്നു, മനസ്സൊരു സ്ഥലത്തും നിൽക്കുന്നില്ല. തുള്ളി 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 മർക്കടസ്യ സുരപാനം മധ്യേ വൃശ്ചികധ്വംസനം. കുരങ്ങനെ പോലെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുരങ്ങൻ ഇത്തിരി മദ്യമെടുത്ത് കൊഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒപ്പം അതിൻ്റെ പൃഷ്ഠഭാഗത്തൊരു തേളും കൂടെ കടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ആധുനിക മനുഷ്യൻ. അപ്പോൾ നമുക്കറിയാം ഭഗവത്ഗീതയിൽ 1-ാമത്തെ അധ്യായം, ഗാന്ധീവം സംസൃതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. 1-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം, ഗാന്ധീവം സംസൃതേ ഹസ്താത്. ആയുധം നഷ്ടപ്പെട്ട ആധുനിക മനുഷ്യനാണ്. ഇവിടെ ആയുധം മാത്രമല്ല, എല്ലാം നഷ്ടപ്പെട്ട ഒരു ആധുനിക മനുഷ്യനാണ്. കാരണം നമുക്കറിയാം, ഭ്രമതി വചമേ മനഃ. ഭഗവാൻ പറയുന്നത് എൻ്റെ മനസ്സാണിവിടെ ഭ്രമിക്കുന്നത്. ഭ്രമതി വചമേ മനഃ ഏവം മുക്താർജുന സാഖ്യ രഥോപിഷ്ഠ ഉപവിശത്. ഏവം മുക്താർജുന സാഖ്യ രഥോപിഷ്ഠ വിസർജ്യ സചചരം ചാപം ശോക സംവിഘ്ന മനസ. ദുഃഖപൂരിതമായ മനസ്സാണ്. അപ്പോൾ ഈ ദുഃഖപൂരിതമായ മനസ്സ്, ഈ മനസ്സിനെ ഉയർത്താൻ ഋഷീശ്വരന്മാർ കണ്ട ഏറ്റവും വലിയ ഉദാത്തമായ സങ്കല്പമാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും. ഈ ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നു. അപ്പോൾ ഉയർന്ന മനസ്സിനോട് ഭഗവാൻ ഗുരുവായൂർ നമ്മൾ പോയി കുളിച്ച് ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ മാനസികമായി ഒരു സംതൃപ്തി. ഈ സംതൃപ്തമായ മനസ്സിനെ, ആ മനസ്സിനകത്തോട്ട് കൃഷ്ണൻ പറയുന്നത് എന്താണെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏത് ക്ഷേത്രത്തിലും ചിത്തസ്യ ശുദ്ധയോ കർമ്മ, ചിത്തവൃത്തിക്കാണ്, ചിത്തശുദ്ധിക്കാണ്, മനസ്സിൻ്റെ ശുദ്ധിക്കാണ് സർവകർമ്മങ്ങളും. അപ്പോൾ ചിത്തശുദ്ധി വരുത്തിയ ഗുരുവായൂരമ്പലത്തിൽ കുളിച്ച് തൊഴുത ഗുരുവായൂരപ്പ ഭക്തനോട് ഗുരുവായൂരപ്പൻ എന്താണ് പറയുന്നത്? അപ്പോൾ 1-ാം അധ്യായത്തിൽ അർജുന വിഷാദയോഗത്തിൽ മനസ്സിൻ്റെ തലത്തിൽ നിന്നും പറഞ്ഞുകൊണ്ട് 18 പടികൾ ഉയർത്തി 18-ാമത്തെ അധ്യായത്തിൽ 57-ാമത്തെ ശ്ലോകത്തിലേക്കാവുമ്പോഴേക്കും ഭഗവാന്റെ നില മാറുന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴുത ഭക്തനോട് ഗുരുവായൂരപ്പൻ പറയുന്നു, 18-ാമത്തെ അധ്യായം എടുക്കൂ, ഭഗവത്ഗീത എടുക്കൂ, ഉടൻ തന്നെ വാങ്ങിച്ചില്ലെങ്കിൽ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഭഗവത്ഗീത വാങ്ങിക്കൂ, 18-ാമത്തെ അധ്യായം എടുക്കൂ, 57-ാമത്തെ ശ്ലോകം നോക്കൂ. അതാണ് ഞാൻ മാനവ രാശിയോട് പറഞ്ഞത്.
ജീവിതം സന്തോഷകരമായി ആനന്ദകരമായി കൊണ്ടു നടക്കുന്ന ഓരോ ഗുരുവായൂരപ്പ ഭക്തനും തൊഴുതിട്ട് കുളിച്ച് തൊഴുതിട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല. ശങ്കരാചാര്യർ പറഞ്ഞു ഇല കഴുകിയിട്ട് ഒരു കാര്യവുമില്ല, അതിലത്തെ ഭക്ഷണം കഴിക്കലാണ് പ്രധാനം. അതുകൊണ്ട് ക്ഷേത്ര സംസ്കൃതി ചിത്തശുദ്ധിക്കാണ്. ചിത്തശുദ്ധിയിൽ നിന്നും നാം ഉയരണമെന്ന് ഭഗവാൻ പറയുന്നു. എന്താണ്? ചേതസ സർവകർമാണി മയി സന്യാസമത്പരം ബുദ്ധിയോഗമുപാശ്രിത്വാ മച്ചിത്ത സതതം ഭവ. ഭഗവാൻ ഇവിടെ പറയുന്നു, മച്ചിത്ത സതതം സർവമംഗളം ഭവ. ജീവിതം മംഗളകരമായി അത്യാനന്ദപ്രദമാക്കി സംതൃപ്തമായി സന്തോഷമായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരുടെ ചേതസ സർവകർമാണി, മനസ്സുകൊണ്ട് സർവകർമ്മങ്ങളും സന്തോഷത്തോടുകൂടി 100% അന്തരാത്മാവായ എന്നിലർപ്പിക്കൂ. ചേതസ സർവകർമാണി മയി. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരണങ്ങളുടെ വ്യവഹാരം കാലദേശങ്ങളിൽ വെച്ച് എന്താണ്, അതാണ് കർമ്മം. അത് നാക്കൊരു കർമ്മേന്ദ്രിയമാകണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, കരങ്ങൾ, കൈ, ബുദ്ധി, ബോധം, ചിന്തകൾ, ഇതൊക്കെ കർമ്മേന്ദ്രിയങ്ങളാണ്. അപ്പോൾ സർവകർമ്മങ്ങളും ചേതസ, നിന്റെ മനസ്സിനകത്തുള്ള സർവചിന്തകളും ജഗദീശ്വരനായ പരമേശ്വരനായ ജഗന്നിയന്താതാവായ സർവേശ്വരനായ മഹേശ്വരനായ എന്നിലർപ്പിക്കൂ. അപ്പോൾ ഗുരുവായൂരപ്പൻ ഇത് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ, നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, നമ്മുടെ ഡിപ്രഷനുകൾ ഒഴിവാക്കാൻ ആ മനസ്സിലെ ചിന്തകൾ മുഴുവൻ എന്നിൽ അർച്ചനകളാക്കി എന്നിൽ സമർപ്പിക്കൂ. യത് കരോഷി യദസ്നാസി യത് ജുഹോഷി യദാസി യത് തപസ്യസി കൗന്ദേയ മത് കുരുഷ്വമതർപ്പണം. അർച്ചനകളാക്കി മാറ്റൂ ഓരോ ചിന്തകളും. മയി സന്യാസമത്പര. അപ്പോൾ മനസ്സുകൊണ്ട് സർവകർമ്മങ്ങളും എന്നിലർപ്പിക്കൂ. അപ്പോൾ ഹിന്ദു സംസ്കൃതിയിൽ ഈശ്വര ആരാധന, ഈശ്വര ഉപാസന നമ്മൾ കൃഷിക്ക് കീടനാശിനിക്ക് അർപ്പിക്കുന്നത് പോലെ എപ്പോഴെങ്കിലും ചെയ്യേണ്ടതല്ല. ഞായറാഴ്ച മാത്രമല്ല കുർബാന, ദിവസം 5 നേരം മാത്രം നിസ്കരിച്ച് ബാക്കിയുള്ള ടൈമിൽ ടെററിസത്തിന് പോകുന്നതല്ല. മറിച്ച് തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മര യുദ്ധ്യജ, എപ്പോഴും മയ്യർപ്പിത മനോബുദ്ധി. ഇനി ഭഗവാൻ പറയുന്നു, മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയാഹ. നീ നിൻ്റെ മനസ്സും ബുദ്ധിയും നിന്നിൽ അർപ്പിക്കൂ. ഭഗവാൻ ഭഗവത്ഗീതയിൽ റിട്ടേണായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഭഗവാൻ നമ്മോട് ആജ്ഞാപിക്കുകയാണ്. ഭഗവാൻ നമ്മോട് ബെഗ് ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യാരുടെ മകൻ നിങ്ങളോട് കേണപേക്ഷിക്കുന്നു. ഗുരുവായൂരപ്പന് നിങ്ങൾ അർപ്പിക്കേണ്ടത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധി കൊണ്ടാണ്. അപ്പോൾ മനസ്സുകൊണ്ട് ഭഗവാനിൽ സർവ്വതും അർപ്പിച്ചു കഴിഞ്ഞാലോ എന്തായി? നമ്മളൊരു കാര്യം ചെയ്യൂ. ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് രാവിലെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് പേസ്റ്റ് എടുത്ത് പല്ല് തേക്കാൻ സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് നിത്യകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാര്യയെ കാണാൻ സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭർത്താവിനെ കാണാൻ സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് മക്കളെ കാണാൻ സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് അച്ഛനെയും അമ്മയെയും കാണാനും പൂജിക്കാനും സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ജോലിക്ക് പോകാൻ സാധിക്കുന്നു. ഇതിനെല്ലാത്തിനും
അടുക്കളയിൽ അഗ്നി ആവശ്യമുള്ളതുപോലെ ഈശ്വരാനുഗ്രഹമുണ്ട്. എന്തുകൊണ്ട്? ഈശ്വര ആ അനന്തമായ ഈശ്വരീയമായ അനുഗ്രഹം കൊണ്ടാണെന്ന് ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു സംതൃപ്തിയും സന്തോഷവും കിട്ടും. മറ്റ് ഒരിക്കലും ഒരു കർമ്മത്തിലും നമുക്ക് സന്തോഷവും സംതൃപ്തിയും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ആ അനന്തമായ സച്ചിദാനന്ദ ബോധസ്വരൂപത്തിലുള്ള ഈ ചിന്തകൾ മുഴുവൻ ഈശ്വരാർപ്പിതമായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ തിയറി അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൻ്റെ തിയറി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ചേതസ സർവകർമാണി മയി സന്യാസമത്പരം, 100% സന്തോഷത്തോടെ, 100% ഡെഡിക്കേഷനോടുകൂടി, 100% പ്യൂരിറ്റിയിൽ, 100% ക്ലാരിറ്റിയിൽ മനസ്സിലെ സർവസ്വവും ഭഗവാനിൽ അർപ്പിക്കുക. ഇതാണ് ഗുരുവായൂരപ്പന് നമ്മളോട് പറയാനുള്ളത്. ഇതാണ് തിയറി. ഇനി നമ്മൾ പ്രാക്ടിക്കൽ ഹാളിലോട്ട് കയറുന്നു. പ്രാക്ടിക്കൽ ഹാളിലോട്ട് കയറി കഴിഞ്ഞാലോ വളരെ സന്തോഷം. ബുദ്ധിയോഗമുപശ്രിത്വ മച്ചിത്ത സതതം ഭവ. ഗുരുവായൂരപ്പൻ ഓരോ ഭക്തനോടും അവൻ്റെ നെഞ്ചു തൊട്ട് പറയുകയാണ്, ഇതാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ഗ്രഹിക്കുക, കൂട്ടത്തിൽ അറിയുക, ദർശനം ശബ്ദസ്പർശ രസ രൂപഗന്ധാദികളിലൂടെ ഓരോ ക്ഷേത്ര ദർശനത്തിലും ഈശ്വരനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കും. കൂട്ടത്തിൽ ഭഗവാൻ ഗ്രാഹ്യരൂപേണ, അറിവ് രൂപേണ. അത് തിയറിയാണ്. പ്രാക്ടിക്കലായിട്ട് അറിവ് എന്താണ്? ഗുരുവായൂരപ്പൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി എന്നെ ഡിപ്പെൻഡ് ചെയ്യരുത്. എൻ്റെ അച്ഛനും അമ്മയും പോലും എന്നെ ഡിപ്പെൻഡ് ചെയ്യരുത്. എനിക്കെന്നെ തന്നെ കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മനസ്സിൻ്റെ തലങ്ങളിൽ നിന്നും ഇനി ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് തിരിച്ചു പോകുന്ന ഓരോ വ്യക്തികളോടും നിൽക്കൂ. അവിടെ പറയും, തിരിഞ്ഞു നോക്കുമ്പോൾ ഭഗവാൻ പറയും, ബുദ്ധിയോഗമുപാശ്രിത്വ മച്ചിത്ത സർവമംഗളം ഭവതു. ഭഗവത്ഗീതയിൽ 18-ാം അധ്യായമായ മോക്ഷ സന്യാസ യോഗത്തിൽ 57-ാമത്തെ ശ്ലോകം എടുക്കണം, നോക്കണം, പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം, എല്ലാവരിലും എത്തിക്കണം. എന്തുകൊണ്ട്? ചേതസ സർവകർമാണി മയി സന്യാസമത്പരം. നിൻ്റെ ചിന്തകളെല്ലാം, നിൻ്റെ ജീവിതം മുഴുവൻ, നിൻ്റെ കർമ്മങ്ങൾ മുഴുവൻ നീ എന്നിൽ അർപ്പിക്കൂ. എന്നിട്ട് ആ തിയറിക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടൂ. എന്നിട്ട് ബുദ്ധിയോഗമുപാശ്രിത്വ മച്ചിത്ത സതതം സർവമംഗളം ഭവതു. ഇതാണ് കൃഷ്ണന് പറയാനുള്ളത്. കൃഷ്ണൻ പറയുന്നത് നാം അനുസരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കെട്ടിൻ്റെ പണി കിട്ടും, കട്ടപ്പുകയാകും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, നീ പോന്ന വഴിയിൽ തീരുമാനം എടുത്തോളൂ. എന്ത്? പൂർണ്ണജ്ഞാനാവതാരമായ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ത്? ബുദ്ധിയോഗമുപാശ്രിത്വ മച്ചിത്ത സതതം ഭവം. ഇനി ബുദ്ധിയോഗമുപാശ്രിത്വ എന്നെയല്ല ആശ്രയിക്കേണ്ടത്. നീ എന്നെ ആശ്രയിച്ച് നിന്റെ സർവ്വതും നീ എന്നെ സറണ്ടർ ചെയ്തില്ലേ, ഇനി നീ നിന്റെ ബുദ്ധിയെ ആശ്രയിക്കൂ. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നീ നിന്റെ ബുദ്ധിയെ ആശ്രയിക്കണം. ബ്രേക്ക് ചവിട്ടേണ്ട സമയത്ത് നീ ബ്രേക്ക് ചവിട്ടണം. നിൻ്റെ ഓരോ കർമ്മങ്ങളിലും നീ നിൻ്റെ ബുദ്ധിയെയാണ് ആശ്രയിക്കേണ്ടത്. നമ്മൾ വഴിയിലൊരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അമ്പലത്തിലേക്കല്ല നമ്മൾ കൊണ്ടുപോവുക, പള്ളിയിലേക്കല്ല കൊണ്ടുപോവുക, പിന്നെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ബുദ്ധി പറയുന്നത്. അതുകൊണ്ട് ബുദ്ധിർബുദ്ധിരഹം ബുദ്ധി തേജസ്വിനാമഹം. കൃഷ്ണൻ പറയുന്നു, ഈ പ്രപഞ്ചത്തിലെ സർവബുദ്ധികളുടെയും ബുദ്ധി ഞാനായതുകൊണ്ട് ബുദ്ധിരൂപേണ നിന്റെ ജീവിതത്തെ ഞാൻ 100% സേഫ് സോണിൽ കൊണ്ടുപോയി ഉയർത്തോ. അപ്പോൾ ഗുരുവായൂരപ്പനാണ് പറയുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞതുകൊണ്ട് തന്നെ ബുദ്ധിയോഗമുപാശ്രിത്വ, നമുക്ക് ബുദ്ധിയെ ഉപാസന ചെയ്യാം. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്,
ബുദ്ധിയെ ഉപാസന ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഞാനിത് പ്രാക്ടിക്കലായിട്ട് 40 വർഷമായി ചെയ്യുകയാണ്. 4 പതിറ്റാണ്ടിലേറെ വേദോപാസനയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളോട് പറയുകയാണ്. വേദങ്ങളുടെ സർവ്വവേദങ്ങളിലും ഉള്ള ഏക മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഗായത്രി ഉപാസന നമ്മളെല്ലാവരും ചെയ്യണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. മറ്റൊന്നുമല്ല, ഓം ഭൂർഭുവസ്വ തസ്സവിതുർവരണ്യം ഭർഗോ ദൈവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ. എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ബോധത്തിൽ പ്രചോദനമായി നീ വരണം. നോക്കൂ, കുട്ടികൾക്ക് എക്സാമിൽ ബുദ്ധിരൂപത്തിൽ, ബോധരൂപത്തിൽ ഭഗവാൻ വേണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭാര്യയോട് പെരുമാറുമ്പോൾ, ഭർത്താവിനോട് പെരുമാറുമ്പോൾ, കുട്ടികളോട് പെരുമാറുമ്പോൾ, സമൂഹത്തോട് പെരുമാറുമ്പോൾ, ഏത് കർമ്മം ചെയ്യുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും, എപ്പോഴും ചെയ്യുമ്പോഴും ധിയോ, നമ്മളെ ബുദ്ധിയാണ് നമുക്ക് പ്രചോദനം നൽകേണ്ടത്. അങ്ങനെ ആ ബുദ്ധി വികസിപ്പിക്കാനുള്ള ഒരു നല്ല മന്ത്രമാണ് ഗായത്രി മന്ത്രം. നമ്മളൊക്കെ ഗായത്രി മന്ത്രം ഉപാസന ചെയ്യണം. നമ്മളെ മക്കളെ ഗായത്രി മന്ത്രം ഉപാസകരാക്കി മാറ്റണം. ഒപ്പം ഒരു നല്ല മന്ത്രമുണ്ട് വേദങ്ങളിൽ. എന്താണ്? മേധാസൂക്തം എന്നൊരു മന്ത്രവുമുണ്ട് ബുദ്ധി വികസിക്കാൻ. മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി. മേധാദേവി ജുഷമാണാന ആഗാത് വിശ്വാജി ഭദ്ര സുമനസ്യമാന എന്ന് തുടങ്ങുന്ന കൃഷ്ണ യജുർവേദത്തിലെ ഒരു നല്ല മന്ത്രമാണിത്. അല്ലയോ ബുദ്ധിദേവി, അല്ലയോ മേധാദേവി, അല്ലയോ ബോധസ്വരൂപമായ ഭഗവാനെ, മേധാദേവി ജുഷമാണാന ആഗാത്, കടന്നു വരൂ, ബുദ്ധി വികസിക്കട്ടെ. വിശ്വാജി ഭദ്ര, ലോകത്തുള്ള സർവഭദ്രങ്ങളുമായ സർവ പോസിറ്റീവ് എനർജികളും, സർവ പോസിറ്റീവ് ചിന്തകളും, സർവ ക്രിയേറ്റീവ് ആറ്റിറ്റ്യൂഡും, സർവ ക്രിയേറ്റീവ് ബ്രെയിനും ഓപ്പണാവട്ടെ. എനിക്കൊരുപാട് കർമ്മങ്ങൾ, ക്രിയകൾ ക്രിയേറ്റീവായിട്ട് ചെയ്യണം. എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ രാഷ്ട്രത്തിന്, മാനവരാശിക്ക് പോസിറ്റീവായി ഉള്ള കർമ്മങ്ങൾ ചെയ്യാൻ ധിയോയോന പ്രചോദയാൽ, ബുദ്ധിക്ക് പ്രചോദനം നൽകട്ടെ. അപ്പോഴോ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ, ബോധത്തിൽ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാകും. ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്താണെന്ന് യൂട്യൂബ് നോക്കി മക്കൾ കാണിച്ചു തരും. അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഈസിയായി പിന്നെ ഗായത്രി മന്ത്രവും മേധാസൂക്തങ്ങളൊക്കെ പഠിച്ചോളും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഭഗവത്ഗീതയും കൂടെ പഠിക്കണം. കാരണം എന്താണ്? നമോസ്തുതേ വ്യാസവിശാല ബുദ്ധേ. വ്യാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ബുദ്ധിയെ, എൻ്റെ ബോധത്തെ വികസിപ്പിക്കുന്ന തത്വസംഹിതകളുടെ പേരാണ് വേദവ്യാസ ഭഗവാൻ. വേദവ്യാസ ഭഗവാന്റെ മുന്നിൽ സറണ്ടർ ചെയ്തുകൊണ്ട് വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഭാഗവതവും എനിക്ക് എൻ്റെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ സാധിച്ചു. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം. സദാശിവനിൽ തുടങ്ങി ശങ്കരാചാര്യയിലെത്തി, തപോവനാനന്ദ സ്വാമികളിലെത്തി. എൻ്റെ ഗുരുവിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. ഗീത എന്ന ഗ്രന്ഥത്തിൻ്റെ കൂട്ടത്തിലുള്ള പേരാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എൻ്റെ സദ്ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിലാണ് എനിക്ക് ഈ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കാൻ സാധിക്കുന്നത്. ആ പഠിച്ച ശാസ്ത്രങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ. നമ്മുടെ ബുദ്ധി വികസിപ്പിക്കും. വ്യാസഭഗവാനിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ശ്രവണ മനന പഠന നിധിജ്ഞാസവത്തിലൂടെ കേൾക്കുക, ശ്രവണ മനനം ചെയ്യുക, പഠിക്കുക, നിരന്തരം പഠിക്കുക, നിധിധ്യാസവം സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആചരിക്കുന്ന ആചാരങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാനിത് ആചരിക്കുന്നതാണ്. 4 പതിറ്റാണ്ടിലേറെ കാലത്തെ വേദാന്ത വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനിത് പഠിക്കുന്നു. ഞാനിതെൻ്റെ കുടുംബാംഗങ്ങളെ പഠിപ്പിക്കുന്നു, എൻ്റെ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നു, എൻ്റെ ഭാര്യയെ പഠിപ്പിക്കുന്നു, എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വേദപാഠശാലയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഉദയനാപുരം വേദപാഠശാലയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു.
സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാവരെയും പഠിപ്പിക്കുന്നു. അപ്പം എന്തിനാണിത് പഠിക്കുന്നത്? ജീവിതത്തെ സന്തോഷകരമായി ആനന്ദകരമായി കൊണ്ടു നടക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ശരണമയ്യപ്പ.